റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ ചിന്തകളിലേക്ക്, തുടർമാനമായുള്ള ചിന്തകളിലേക്ക് നാം വരികയാണ്. എന്താണ് യഥാർത്ഥ സുവിശേഷം? വാട്ട് ഈസ് ട്രൂ ഗോസ്പൽ? എന്താണ് സത്യമായ സുവിശേഷം എന്ന ആശയത്തെയാണ് നാം കേട്ടുകൊണ്ടിരുന്നത്, എന്ന വചനത്തെയാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ചിന്തയ്ക്ക് ആധാരമായി എടുത്ത വാക്യം ഒരു പ്രാവശ്യം കൂടി ഉപോത്ഫലകമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവെഴുത്താണ് അതിന് ഉപോത്ഫലകമായി നാം വായിച്ചത്. ഒരു പ്രാവശ്യം കൂടി ആ വാക്യം ഞാനിവിടെ വായിപ്പിക്കുന്നു. ദയവായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ പ്രമേയത്തെ വേഗത്തിൽ കൊണ്ടുവരിക. 1-ാം അധ്യായത്തിന് 16-ാമത്തെ വാക്യം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ആദ്യം യഹൂദനും പിന്നെ യവനനും ദൈവശക്തിയായി മാറി അത്ഭുതം ചെയ്യുന്ന അത്ഭുതത്തിന്റെ വാർത്തയാണ് സുവിശേഷം. 17-ാം വാക്യത്തിൽ ഉള്ള വിശദീകരണങ്ങളായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ പ്രധാനമായിട്ട് കൊടുത്തത്. ആ സുവിശേഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് മാനുഷിക നീതി പ്രവൃത്തിയാൽ ഉളവായ നീതി അല്ല, ദൈവത്തിന്റെ നീതിയാണ്. 17-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു മോനെ. അതിൽ ഏതിൽ? ഈ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വസിക്കുമ്പോൾ വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. ആ നീതിയാലാണ് സുവിശേഷം പറയുന്ന ജീവൻ നിങ്ങൾ അനുഭവിക്കുന്നത്. ആ ജീവനെ പറ്റിയാണ് അടുത്ത പദത്തിൽ പറഞ്ഞത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സുവിശേഷത്തിന്റെ അന്തസ്സത്ത നരകം കത്തുന്നു എന്നുള്ളതല്ല. സുവിശേഷത്തിന്റെ അന്തസ്സത്ത നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി യേശുവിനെ ആശ്രയിച്ചോ എന്നുള്ളതുമല്ല. സുവിശേഷത്തിന്റെ അന്തസ്സത്ത സ്വയനീതിയുടെ ജീവിതത്തിന്റെ പരാജയം തിരിച്ചറിഞ്ഞവരെ ദൈവനീതിയിലേക്ക് മടങ്ങി വന്ന് ജയാളികളാകുവീൻ എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ആഹ്വാനം. എന്താണ് ദൈവനീതി ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന വ്യത്യാസം എന്നാണ് ഈ ഒടുവിലത്തെ രാത്രിയിൽ 3-ാം ഭാഗത്തിൽ വിശദീകരിക്കുവാനായി പോകുന്നത്. ഇതിന് ഉപോത്ഫലകമായി 3 വാക്യങ്ങൾ ഞാൻ എടുക്കും. റോമർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് പ്രധാനമായിട്ട് വാക്യങ്ങൾ എടുക്കുന്നത്. ആദ്യമായിട്ട് എടുക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. എനിക്ക് തോന്നുന്നു 1 മുതലുള്ള വാക്യങ്ങൾ വേണമെങ്കിൽ 2 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും പൗലോസ് പറയുന്നു, റോമിനോട് ബന്ധപ്പെട്ട് പാർക്കുന്ന യഹൂദന്മാർ പരിജ്ഞാനപ്രകാരം തിരിച്ചറിവിൽ അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. കാരണം അവരുടെ ഇടയിൽ നിന്ന് വന്നയാളാണ് അദ്ദേഹം. അതുകൊണ്ട് പറയാണ്, പരിജ്ഞാനപ്രകാരമുള്ള എരിവല്ല, എന്നാൽ എരിവുണ്ടെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ ശ്രദ്ധിച്ച് കേൾക്കുക ആ വാക്യം. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇതാണ് മാനവജാതിയുടെ പ്രശ്നം. ഒരു പ്രാവശ്യം കൂടി ആ വാക്യം വായിക്കുമ്പോൾ നല്ലതായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ വാക്യം എഴുതണമേ. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ being ignorant of God's righteousness and trying to establish their own righteousness. ദൈവനീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അടുത്തത്, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു പ്രവർത്തികളുടെ അവസാനമാകുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് നീതി ലഭിക്കുവാൻ ക്രിസ്തു പ്രവർത്തികളുടെ ന്യായപ്രമാണത്തിന്റെ കർമാചാരങ്ങളുടെ അവസാനമാകുന്നു. എന്താണ് മാനവജാതിയുടെ പ്രശ്നം? അവർ ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടുവാൻ ഇച്ഛിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് അവർ ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടുവാൻ ഇഷ്ടപ്പെടുന്നില്ല? സ്വന്തം നീതിയെ സ്ഥാപിപ്പാൻ. ഒന്നുകൂടി ആ വാക്യം വേണമെങ്കിൽ 3-ാമത്തെ വാക്യം. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഈ സ്വയനീതിയുടെ പരാജയം അറിയാതെ സ്വയനീതിയിൽ തുടരുകയാണ് മനുഷ്യർ. എന്താണ് സ്വയനീതിയുടെ പരാജയം?
അതൊന്ന് ഗ്രഹിച്ചാട്ടെ. അഞ്ചാമത്തെ വാക്യം ഒന്ന് നോക്കിയാട്ടെ. അഞ്ചാമത്തെ വാക്യം. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച്, പ്രവൃത്തിയാലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. അപ്പൊ പ്രവൃത്തിയാലുള്ള നീതിക്ക് അടിസ്ഥാനം മനുഷ്യന്റെ ചെയ്തികളാണ്. അല്ലെങ്കിൽ നീതി നേടുവാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ ചെയ്തികളാണ് പ്രവൃത്തിയാലുള്ള നീതീകരണത്തിന്റെ അടിസ്ഥാനം. അതാണ് ഇന്ന് ലോകത്തിൽ കണ്ടുവരുന്നവയെല്ലാം. ചെയ്തു നേടാനുള്ള മനുഷ്യന്റെ ബദ്ധപ്പാട്, തത്രപ്പാട്, ചെയ്തു നേടാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ ആഗ്രഹം, ചെയ്തു നേടുമെന്ന മനുഷ്യന്റെ ചിന്ത, അതാണ് ഈ ഭാഗങ്ങളെല്ലാം കാണുന്നത്. പക്ഷേ ചെയ്യുന്ന മനുഷ്യൻ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നു, ചെയ്യാൻ പറ്റാത്തവനോ അപ്പം മറുഭാഗമാണ്. ചെയ്യുന്നവൻ ജീവിക്കുമെങ്കിൽ ചെയ്യാത്തവനോ മരിക്കും. ഇതാണ് മാനവജാതിക്ക് പറ്റിയത്. ചെയ്താൽ നല്ലതാ, പക്ഷെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ചെയ്താൽ അനുഗ്രഹമാ, ചെയ്തില്ലെങ്കിൽ ശാപമാ. ചെയ്താൽ ജീവിക്കും, ചെയ്തില്ലെങ്കിൽ മരിക്കും. എന്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? ചെയ്യാൻ ആഗ്രഹമുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്നു ഞാൻ. എൻ്റെ ആഗ്രഹം നന്മ ചെയ്യാനാണ്. ആൾക്കാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടുത്ത് ഇടപെട്ട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, എൻ്റെ ബ്രദറെ, എനിക്ക് ഈ ജീവിതം ഒന്ന് മാറാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, എന്തെല്ലാം അതിനു വേണ്ടി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്നെ മുടിച്ച് മദ്യം എൻ്റെ ആരോഗ്യം നശിപ്പിച്ചു, എൻ്റെ കുടുംബം നശിപ്പിച്ചു, എന്നെ സമാധാനം നഷ്ടപ്പെടുത്തി, നല്ലതായിട്ട് ജീവിച്ച എന്നെ നാട്ടിൽ അപകീർത്തിപ്പെടുത്തി, അപമാനപ്പെടുത്തി. എനിക്കിതൊന്ന് നിർത്താൻ താല്പര്യമുണ്ട്. പക്ഷെ ഈ തീരുമാനം എടുക്കുന്നതല്ലാതെ ഈ തീരുമാനത്തിൽ തുടരാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് ഈ തീരുമാനത്തിൽ തുടരാൻ കഴിയുന്നില്ല? നമ്മുടെ പ്രകൃതി പാപത്തിൻ്റെ പ്രകൃതിയാണ്. കൊട്ടയിൽ ഇരുന്ന് കൊട്ട പൊക്കാൻ പറ്റുമോ? ഇരിക്കുന്ന കസേര ഒന്ന് ഇരുന്നോണ്ട് പൊക്കാൻ നോക്കിക്കേ. കൈകാലുകൾ ബന്ധിക്കപ്പെട്ട നിങ്ങൾ ഒരു വലിയ ആഴമുള്ള ഒരു കുളത്തിൽ വീണു എന്നിരിക്കട്ടെ. ഞാൻ കരയിൽ നിന്ന് നിങ്ങളോട് പറയുകയാണ്, കേറിക്കോ 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 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കയറുവാൻ കഴിയുമോ? ഇല്ല. നിങ്ങളുടെ കൈകാലുകൾ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. പ്രവർത്തിച്ച് നേടിക്കോ എന്ന് എന്നോട് സകല പ്രത്യാശാസ്ത്രങ്ങളും പറയുന്നു. എൻ്റെ ആഗ്രഹവും പ്രവർത്തിച്ച് നേടാൻ വേണ്ടിയാ. പക്ഷെ പ്രവർത്തിച്ച് നേടാൻ കഴിയാത്ത നിലയിൽ പാപം എന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിലെ വാക്യങ്ങൾ വായിക്കുന്നു. വായിച്ചോനെ. 7:19 ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ ഇതല്ലേ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ അവസ്ഥ. ഇച്ഛിക്കുന്നതല്ല ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നതല്ല ചെയ്യുന്നത്. നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മയാ ഞാൻ ചെയ്തു പോകുന്നേ. ഇച്ഛിക്കാത്തതിനെ ഞാൻ ചെയ്യുന്നുവെങ്കിലോ, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. പാപം എന്നെ ബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഇച്ഛിക്കാത്തതിനെ ഞാൻ ചെയ്യുന്നത്. ഇവിടെയാണ് എന്നോട് നിയമം പറയുക, ചെയ്ത് രക്ഷപ്പെട്ടു. എന്നെ കൊണ്ട് ചെയ്ത് രക്ഷപ്പെടാൻ കഴിയുമോ? പറ്റുകയില്ല. ഇതാണ് സുവിശേഷം കേൾക്കുവാൻ വരുമ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയം തുറന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം. സകല പ്രത്യാശാസ്ത്രങ്ങളും എന്നോട് പറഞ്ഞു ചെയ്ത് രക്ഷപ്പെട്ടോ, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നും എല്ലാ പ്രസംഗങ്ങളും എന്നോട് പറയുന്നത് അത് ചെയ്യുക രക്ഷപ്പെടും. ഞാൻ പോയി അത് ചെയ്യും, പക്ഷെ എന്നെ കൊണ്ട് ആ ചെയ്ത്തിൽ തുടരാൻ പറ്റുന്നില്ല. ചെയ്യുന്നെങ്കിലും എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഈ സ്ഥിതിയിൽ വന്നപ്പോഴാണ് യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചിട്ട് ദൈവം ഒരുക്കിയ പദ്ധതിയിൽ ദൈവം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യേശു സകലവും ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അതവിടെ വായിക്കുന്നത് ഒന്ന് വായിച്ചോ. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ വാക്യം ഒന്ന് വായിച്ചോ. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ, ചെയ്യുന്നവന് നീതി ലഭിപ്പാൻ എന്നല്ല, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ. ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു, പ്രവർത്തികളുടെ അവസാനം ക്രിസ്തുവാകുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് എന്താ ഗുണമെന്നറിയാമോ? ഇന്ന് നിങ്ങളൊന്നും ചെയ്തിട്ടല്ല ഈ ദൈവത്തിൻ്റെ നീതിയുടെ പ്രതിവാദ വിഷയമാകുന്ന സുവിശേഷം കേട്ട് ഈ ദൈവനീതി നിങ്ങൾ സ്വീകരിക്കുന്നത്. പിന്നെയോ യേശു ചെയ്തു എന്ന വിശ്വാസത്താലാണ്. അതെവിടെ വായിക്കുന്നത്? ചെയ്യുന്നവൻ ജീവിക്കും. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. ചെയ്ത മനുഷ്യൻ ജീവിക്കും.
ചെയ്ത മനുഷ്യനെ പരിചയപ്പെടുത്താൻ ഇന്ന് രാത്രി സന്തോഷമുണ്ട്. ആമേൻ. ചെയ്ത മനുഷ്യൻ വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. അവിടുന്ന് ക്രൂശിൽ വന്ന് ചെയ്തു. അവിടുന്ന് ചെയ്തിട്ട് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ ചെയ്തു എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്താൽ എൻ്റെ നീതിമാൻ ജീവിക്കും. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സുവിശേഷത്തിനകത്തുള്ള നീതിയുടെ അന്തസത്ത ഇതാണ്. സ്വയനീതിയുടെ പരാജയം തിരിച്ചറിഞ്ഞ മനുഷ്യൻ, എൻ്റെ ദൈവമേ, എൻ്റെ ഒരു നീതിപ്രവൃത്തിയും അങ്ങയുടെ മുമ്പിൽ നിൽപ്പാൻ എന്നെ യോഗ്യനാക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ്റെ നീതിപ്രവൃത്തികൾ കറപുരണ്ട തുണികൾ പോലെ ദൈവമുമ്പാകെ നിൽക്കുമ്പോൾ, ദൈവമേ, നീതി എന്ന അങ്ങയുടെ സ്വഭാവം അങ്ങേക്ക് പുറത്ത് എൻ്റെ ശ്രമത്താൽ എനിക്ക് നേടാൻ കഴിയുകയില്ലെന്ന് അറിഞ്ഞിട്ട് ഞാൻ നീതിമാനാകാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയാഞ്ഞതിനെ വന്ന് ചെയ്ത യേശുവേ, ആമേൻ. അങ്ങയെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ. നിങ്ങൾ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നീതിക്ക് വേണ്ടി നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് സുവിശേഷത്തിനകത്ത് നീതി എൻ്റെ പ്രവൃത്തിയാലുള്ള നീതിയല്ല, കുരിശിൽ കിടന്നു മരിച്ച് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ ഈശോ മശിഹായിൽ നിവൃത്തിയായ നീതിയാണ് സുവിശേഷത്തിനകത്തെ നീതി. ഈ നീതിയിലേക്ക് മാനവജാതിയെ മുഴുവൻ ദൈവം ക്ഷണിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒരു വാക്യം കൂടെ, 5-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച്, പ്രവൃത്തിയാലുള്ള നീതി സംബന്ധിച്ച്, അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. ചെയ്ത മനുഷ്യൻ, entire law was waiting to see that man. മുഴുവൻ ന്യായപ്രമാണവും കാത്തിരുന്നത് ചെയ്യുന്ന മനുഷ്യനെയാണ്. 275 തലമുറകൾ പഴയ നിയമത്താളുകളിൽ ജനിച്ചു മരിച്ചു. അവർക്കാർക്കും ഇത് ചെയ്ത് ജീവിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് അയച്ചവനായി, ന്യായപ്രമാണത്തിൻ്റെ തികവിൽ അയച്ചവനായി, ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ അയച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മൾ പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. 275 തലമുറകൾ ചെയ്യാൻ നോക്കി, ചെയ്യാൻ പറ്റിയില്ല. അവർ പറഞ്ഞു, ഈ ജീവിതം ഞങ്ങൾക്ക് അന്യമാ, ചെയ്യുന്നവൻ ജീവിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്, ഒരു തരത്തിൽ ഈ ജീവിതം ഞങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ കാലത്തികവെങ്കിൽ കന്യകയിൽ ജനിച്ചവൻ അവിടുന്ന് വന്ന് എനിക്കും നിങ്ങൾക്കും പകരം ചെയ്തു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ചെയ്തു കഴിഞ്ഞവൻ ക്രൂശിൽ വെച്ച് പറഞ്ഞു, സകലവും നിവൃത്തിയായി. ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. ക്രൂശിലെ ഒടുവിലത്തെ വാക്കാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ വാക്ക്. ക്രൂശിലെ ഒടുവിൽ യേശു പറഞ്ഞ പദമാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലവും നിവൃത്തിയായി, എല്ലാം തികഞ്ഞു എന്ന് യേശു പറഞ്ഞപ്പോഴാണ് ഞാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. നിങ്ങളും ഞാനും തുടങ്ങിയത്. യേശുവിൻ്റെ മാർഗം വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. യേശുവിൻ്റെ മാർഗം പൂർത്തിയായതിൽ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്നവനിൽ വന്നു ചേരുന്ന ദൈവനീതിയുടെ മാർഗമാണ്. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് നീതി ലഭിക്കുവാൻ ക്രിസ്തു പ്രവർത്തികളുടെ ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. ഇനി 9-ാം വാക്യത്തിലേക്ക് വേഗത്തിൽ മൂവ് ചെയ്താട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ വാക്യം, 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. 2 കാര്യം ചെയ്താൽ എന്ന് പറയുന്നു. 1 വായ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ, 2 ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ. എന്തുകൊണ്ടാണ് വായ് കൊണ്ട് ഏറ്റുപറയേണ്ടത്? എന്തുകൊണ്ടാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത്? മേളത്തെ വാക്യമാണ് എന്തുകൊണ്ട് പറയണമെന്നുള്ളതിന് ഉത്തരം. എന്താണ് മേളത്തെ വാക്യം? 8-ാമത്തെ വാക്യം വായിച്ചു. വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം. ഞങ്ങൾ പ്രസംഗിച്ച വിശ്വാസവചനം. ഞങ്ങൾ വിശ്വാസത്തിന്റെ പ്രസംഗം പ്രസംഗിച്ചപ്പോ നിങ്ങളുടെ വായിൽ ഈ വചനം വന്നു. ആ വായിൽ വന്ന വചനത്തെ നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ
വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ അതാ അടുത്ത യേശുവിനെ യേശുവിനെ കർത്താവെന്ന് കർത്താവെന്ന് വായ്കൊണ്ട് വായ് കൊണ്ട് ഏറ്റുപറയുകയും ഏറ്റു പറയുകയും അടുത്തത് ദൈവം ദൈവം അവനെ അവനെ മരിച്ചവരിൽ നിന്ന് ഹൃദയം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും കണ്ടോ? ചെയ്താൽ. ആദ്യം 8-ാം വാക്യത്തിൽ പറഞ്ഞു വചനം സമീപമാണ്, വായിലും ഹൃദയത്തിലും ഇരിക്കുന്നു. നിങ്ങളുടെ വായിലും ഹൃദയത്തിലും വചനം സമീപമായി ഇരുന്നത് വിശ്വാസത്തിന്റെ പ്രസംഗത്തിലൂടെയാണ്. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രസംഗമാണ്. ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സമീപത്ത്, നിങ്ങളുടെ ഏറ്റവും അടുത്ത് വചനം നിങ്ങളുടെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്നു. ഒന്ന് ഏറ്റു പറഞ്ഞാൽ നിങ്ങളിൽ പരിവർത്തനം നടത്തക്കത്തക്ക നിലയിൽ ഹല്ലേലൂയ. വചനം നിങ്ങളുടെ ഏറ്റവും ആമേൻ. സമീപത്തിരിക്കുന്നു. ആമേൻ. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. വചനം ഇപ്പോൾ നിങ്ങൾക്ക് സമീപമായിരിക്കുന്നു, നിങ്ങളുടെ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നു. ഇതാ കയ്യെത്തും ദൂരത്ത് വചനം നിങ്ങൾക്ക് നിൽക്കുന്നു. അതുകൊണ്ട് ആദ്യമേ പറഞ്ഞു അധരം കൊണ്ട് ഏറ്റു പറയണം. എന്ത് ഏറ്റു പറയണം? യേശു കർത്താവെന്ന്. വായിച്ചോ വാക്ക്, യേശുവിനെ കർത്താവെന്ന്, കർത്തൃത്വം നടത്തുന്നവനെന്ന്, എനിക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞവനെന്ന് ഞാൻ വായ്കൊണ്ട് ഏറ്റു പറയുമ്പോൾ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? കർത്തൃത്വം നടത്തുന്നയാൾ. എന്റെ മുഴുവൻ കാര്യവും ഏറ്റെടുത്ത് ചെയ്യുന്നയാൾ. ആമേൻ. എന്റെ മുഴുവൻ കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ എനിക്കൊരാളുണ്ടെന്ന് നിങ്ങളുടെ അധരം കൊണ്ടൊന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ. എത്ര പേര് അതിന് തയ്യാറാണ്? എത്ര പേര് അതിന് തയ്യാറാണ്? യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ഇത് പറയിപ്പിക്കാൻ വേണ്ടി 8-ാം വാക്യത്തിൽ പറഞ്ഞു വചനം നിങ്ങൾക്ക് സമീപമായി നിങ്ങളുടെ വായിലും നിങ്ങളുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് കർത്താവെന്ന് ഇപ്പൊ പറഞ്ഞു. ആമേൻ. ഇപ്പൊ പറഞ്ഞു കർത്താവെന്ന്, ഇപ്പൊ പറഞ്ഞു കർത്താവെന്ന്, ഇപ്പൊ പറഞ്ഞു കർത്താവെന്ന്, ആമേൻ. ഇപ്പൊ പറഞ്ഞു കർത്താവെന്ന്. വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്നു. ഇപ്പൊ കർത്താവെന്ന് ഏറ്റു പറഞ്ഞാൽ എന്തോ സംഭവിക്കും? യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു ദൈവം പറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നീ രക്ഷിക്കപ്പെടും. ശിക്ഷിക്കപ്പെടലും മാറിപ്പോകും, രക്ഷിക്കപ്പെടൽ കേറി വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതാണ് ഇവിടെ വ്യാപരിക്കുന്നത്. ശിക്ഷ മാറി രക്ഷ കയറുകയാണ്. ഹല്ലേലൂയ. അപ്പൊ സുവിശേഷത്തിന്റെ കേന്ദ്രബിന്ദുവായ ഞാൻ പറഞ്ഞ ആശയങ്ങൾ ഒരിക്കൽ കൂടെ ഞാനൊന്ന് എടുക്കാം. സുവിശേഷം ഒരു സദ്വർത്തമാനമാണ്. ആ സദ്വർത്തമാനം സ്വയനീതിയിൽ പരാജയപ്പെട്ട മനുഷ്യനെ ദൈവനീതിയിലേക്ക് ദൈവം ക്ഷണിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് സദ്വർത്തമാനം. ആ സദ്വർത്തമാനത്തോട് ഒരു വ്യക്തി ഹൃദയം കൊണ്ട് പ്രതികരിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ, അധരം കൊണ്ട് ഏറ്റുപറയുമ്പം പറയുന്നയാളുടെ കർത്താവായി യേശു മാറുകയും, ഹൃദയം കൊണ്ട് പറയുമ്പോഴോ ഇനി അടുത്ത വാക്ക് ഹൃദയം കൊണ്ട് 10-ാം വാക്യം, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. അധരം കൊണ്ട് ഏറ്റുപറയുമ്പം കർത്താവാകുമെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് നീതിക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് നീതിക്ക് വേണ്ടി. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു നീതിക്കായി. 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 ചേർന്നൊന്ന് കരമുയർത്തി പറഞ്ഞു നീതിക്കായി. നീതിക്കായി. ഇതാണ് സുവിശേഷത്തിന്റെ കേന്ദ്രബിന്ദു. ഈ ഒരു കാര്യം വിസ്മരിച്ചാൽ സുവിശേഷമില്ല. ഇതല്ലാത്തതല്ല സുവിശേഷം, ഇതാണ് സുവിശേഷം. ആ സുവിശേഷത്തിന്റെ കേന്ദ്രബിന്ദു ദൈവനീതി എന്നൊരൊറ്റ വാക്കിൽ ബന്ധിതമാണ്. ആ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുക, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ ചെയ്യുന്ന വ്യക്തി ശിക്ഷിക്കപ്പെടുമെന്നല്ല എഴുതിയിരിക്കുന്നത്, രക്ഷിക്കപ്പെടും. കാരണം അവന് വേണ്ടി, അങ്ങനെ പറയുന്ന ആ വ്യക്തിക്ക് വേണ്ടി യേശു ശിക്ഷിക്കപ്പെട്ടു. യേശു ശിക്ഷിക്കപ്പെട്ടതിനാൽ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു. കരങ്ങളെ അടിച്ചുകൊണ്ട് ശക്തിയോടെ യേശുനാഥന് നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ആ രക്ഷ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദേശത്ത് ആ രക്ഷ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യത്യാസവുമില്ല. സകല കുടുംബങ്ങളിലേക്കും ആ രക്ഷ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രക്ഷ കിട്ടാൻ വേണ്ടി ആരും ക്രിസ്ത്യാനിയാകണ്ട. ഈ രക്ഷ കിട്ടാൻ വേണ്ടി ആരും മതം മാറണ്ട. കാരണം ഇത് ഏതോ മതക്കാരുടെ കുത്തകയല്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ബൈബിൾ വിളിച്ചിരിക്കുന്ന ഏവനെയുമാണ്. ഏവനും നീതി ലഭിപ്പാൻ.
ക്രിസ്തു ന്യായ പ്രമാണത്തിന്റെ അവസാനമാകുന്നു. താഴത്തെ വാക്യത്തിൽ പറയുക, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കും. അപ്പൊ സുവിശേഷത്തിനകത്തെ രൂപാന്തരം, സുവിശേഷം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ വരുന്ന രൂപാന്തരത്തിന് അടിസ്ഥാനം ഈ വാക്യമാണ്, ഹൃദയം കൊണ്ട് നീതിക്കായി. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കും. ഒരു വ്യക്തി ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ അയാളുടെ ഉള്ളം നീതിയാൽ നിറയുകയാണ്. ഈ നീതിയാണ് ആ വ്യക്തിയെ കൊണ്ട് നീതി പ്രവർത്തി ചെയ്യിക്കുന്നത്. ഹല്ലേലൂയ. ഇതാണ് ഈ രൂപാന്തരം വ്യക്തികളെ സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ വീട് തകർന്നടിഞ്ഞതായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ സമാധാനമില്ലായിരുന്നു. അയ്യോ, ഉറങ്ങാൻ നല്ല നേരം നോക്കണമായിരുന്നു. ശാപത്തിൻ്റെ വീടായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ അപ്പൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ മദ്യപാനം നിർത്തി. ഞങ്ങളുടെ വീട്ടിൽ സമാധാനം വന്നു. കടം കയറി മുടിഞ്ഞ വീടായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങളുടെ വീട്ടിൽ ചരിത്രം മാറി. ഇത് മാറാൻ വേണ്ടി യേശുവിനെ സ്വീകരിച്ചതല്ലായിരുന്നു, യേശു വന്നപ്പം ഇത് സംഭവിച്ചതായിരുന്നു. എത്ര പേർക്ക് അത് മനസ്സിലായി? ഹല്ലേലൂയ. നീതി ഇങ്ങോട്ട് കയറുമ്പോഴാണ് അനീതി അങ്ങോട്ട് ഇറങ്ങുന്നത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, നീതി ഇങ്ങോട്ട് കയറുമ്പോഴാണ് അനീതി അങ്ങോട്ട് ഇറങ്ങുന്നത്. അപ്പോഴാണ് എന്നിലെ ദുഷ്ടത ഞാൻ പുറത്താക്കിയതല്ല, യേശു പുറത്താക്കി. ഹല്ലേലൂയ. ഇതാണ് സുവിശേഷത്തിൽ വ്യക്തികൾക്കുണ്ടാകുന്ന രൂപാന്തരം. ഭാര്യയെ അടിക്കുന്ന, തമ്മിത്തല്ലുള്ള വീട്ടിലെ ഭർത്താവാകുന്ന മനുഷ്യൻ യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അയാളുടെ പുറകെ നടന്ന് പിന്നെ ഉപദേശിക്കേണ്ട, എടാ ഇന്നു മുതൽ നീ ഭാര്യയെ തല്ലല്ലോ കേട്ടോ, ഇന്നു മുതൽ നീ മദ്യപിക്കല്ലോ കേട്ടോ, ഇന്നു മുതൽ നീ അത് ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അവനിൽ വന്ന നീതി അനീതിയെ ഇറക്കിവിടും. ഹല്ലേലൂയ. ഇതാണ് സുവിശേഷ നിമിത്തമുള്ള രൂപാന്തരം. ക്രിമിനലുകൾ, മോഷ്ടാക്കൾ, വേശ്യകൾ, സമൂഹം നിരാശയിലാക്കി മാറ്റി നിർത്തിയവർ സുവിശേഷം സ്വീകരിക്കുമ്പോൾ രൂപാന്തരം സംഭവിക്കുന്നത് എത്രയോ കുടുംബങ്ങളാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന സെക്സ് റാക്കറ്റിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സഹോദരി പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. ബ്രദറെ, ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 8 പേരുടെ കൂടെ ശയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. ആ മകൾ പറഞ്ഞ സാക്ഷി ഞാൻ കേൾക്കണം. സുവിശേഷം കേൾക്കാൻ ആ ഗ്രൗണ്ടിൽ വന്നിരുന്നപ്പോൾ എനിക്കൊരുറപ്പുമില്ലായിരുന്നു എൻ്റെ ഈ സ്വഭാവം മാറുമെന്ന്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാമായിരുന്നു. ഞാൻ എൻ്റെ 2 കരം ഉയർത്തി ആ ഗ്രൗണ്ടിൻ്റെ മൂലയ്ക്ക് നിന്ന് യേശുവേ എന്നൊരു വിളി വിളിച്ചപ്പം എൻ്റെ ഭരണം വേറൊരാൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ബ്രദറെ, ആ വിളിച്ച പിന്നെ ഞാൻ ഇന്ന് വരെ വ്യഭിചരിക്കാൻ പോയിട്ടില്ല. ഇത് പറഞ്ഞു മാറ്റിയതല്ല, ആളകത്ത് വന്ന് മാറ്റിയതാ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുന്ന സിദ്ധാർത്ഥൻ എന്ന് പേരുള്ള ഒരാളെ കൂടെ ഞാൻ സന്ദർശിക്കാറുണ്ട്. സിദ്ധാർത്ഥനെ സന്ദർശിക്കുവാൻ ഇടയായ കാരണം ഇതാണ്. സിദ്ധാർത്ഥൻ അറിയപ്പെടുന്ന മോഷ്ടാവാണ്. മോഷ്ടാവായതുകൊണ്ടല്ല സന്ദർശിക്കാൻ പോകുന്നത്, അതിൻ്റെ പിന്നിലെ ചരിത്രം അതാണ്. ഈ സിദ്ധാർത്ഥനോട് സുവിശേഷം പറഞ്ഞു. സിദ്ധാർത്ഥനോട് മോഷണം നിർത്താൻ പറഞ്ഞിട്ടില്ല. സുവിശേഷം ഉള്ളിൽ വന്നപ്പോൾ, ദൈവനീതി സിദ്ധാർത്ഥന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ, അനീതിയായ മോഷണം എന്ന സ്വഭാവത്തെ സിദ്ധാർത്ഥനിൽ നിന്ന് വന്ന നീതി മാറ്റി. നിങ്ങളെ മാറ്റുന്നതല്ല ക്രിസ്തീയ ജീവിതം, നിങ്ങളിൽ വന്ന യേശു നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതാണ് ക്രിസ്തീയ ജീവിതം. കരങ്ങളെ അടിച്ചുകൊണ്ട് ഈ സർവശക്തന്റെ ആ ആധിപത്യത്തെ നിങ്ങളുടെ ശരീരത്തിലേക്കും കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും ആ കരങ്ങളെ തട്ടിക്കൊണ്ട് ഒന്ന് സ്വീകരിച്ചാട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് നീതി പ്രവൃത്തി ആരംഭിക്കുന്നത്. നീതി പ്രവൃത്തി നീതി ഞാൻ സ്വീകരിച്ചു, എൻ്റെ ജീവിതം മാറി. ഇതല്ലായിരുന്നു സംഭവിച്ചേ? എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞേ? നമ്മൾ ശ്രമിച്ച് എത്രയൊക്കെ നേടാൻ ശ്രമിച്ചാലും, എന്തെല്ലാം ശ്രമിച്ച് നന്നാകാൻ ശ്രമിച്ചാലും പറ്റുകയില്ല. ഇവിടെ പറഞ്ഞതുപോലെ എന്നെ കർത്തൃത്വം നടത്തുന്ന ഒരാൾ ഞാൻ വിശ്വസിച്ചപ്പോൾ, ഞാൻ പ്രവൃത്തി ചെയ്ത് ജയിക്കണമെന്ന് വിചാരിച്ചപ്പോഴും നടന്നിരുന്നില്ല. എന്നാൽ എന്നിൽ ഒരുവൻ കർത്തൃത്വം ചെയ്ത് ഇതിനെ മുഴുവൻ ജയിച്ചയാൾ എന്നിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ ഞാൻ പിന്നെ എത്ര തിന്മ പ്രവൃത്തി ചെയ്യാൻ പോയാലും എന്നെ കൊണ്ട് നന്മ പ്രവൃത്തിയെ ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നിൽ വന്ന നീതി എന്നിൽ വർദ്ധിക്കുവാൻ തുടങ്ങി.
ആമേൻ. നീതി തന്റെ പ്രവൃത്തി ആരംഭിച്ചു. ആമേൻ. നീതി ഒരു വ്യക്തിയാണ്, അത് യേശുവാണ്. ആ ഹല്ലേലൂയ. വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ വന്ന് പ്രവർത്തിക്കുന്നതാ നീതി പ്രവൃത്തി. ആമേൻ. വാസ്തവത്തിൽ ദൈവനീതി സ്വീകരിച്ച് നീതിമാന്മാരായവരിൽ ഉണ്ടാകുന്ന ഫലമാണ് നീതി പ്രവൃത്തി. ജോസഫ്, എങ്ങനെയായിരുന്നു ആ യേശുവിലായ അനുഭവം? ഒന്ന് പറഞ്ഞേ, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. എങ്ങനെയായിരുന്നു കർത്താവ് മാറ്റിയ ആ ജീവിതം ഒന്ന് പറഞ്ഞേ. ബ്രദറെ, ഈ യേശുവിനെ അറിയാമായിരുന്നു, കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ യേശു എൻ്റെ കർത്താവാണ്, എന്നെ നിയന്ത്രിക്കാൻ അധികാരമുള്ളവനാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നിലുണ്ടായിരുന്ന ദുഷ്ടത മുഴുവൻ അങ്ങ് മാറി. ദുഷ്ടതയെ ഉണ്ടായിരുന്നുള്ളൂ. ദുഷ്ടതയുടെ ഒരു ലോകമായിരുന്നു. വീട്ടിലെ സമാധാനമെന്ന് പറയുന്ന, എൻ്റെ വൈഫ് ഇവിടെ വന്നിട്ടുണ്ട്, സമാധാനമെന്ന് പറയുന്നത് എന്താണെന്ന് അന്ന് ഇവരാരും അറിഞ്ഞിട്ടില്ല. കണ്ണുനീരല്ലാതെ 12 മണി 1 മണി രാത്രി വരെയൊക്കെ കരഞ്ഞാ കിടന്ന് ഉറങ്ങുന്നത്. എന്നാൽ ഇപ്പോഴങ്ങനല്ല. എൻ്റെ വീട് യേശു എൻ്റെ കർത്താവായിട്ട് ഞാൻ അങ്ങോട്ട് അംഗീകരിക്കാൻ തയ്യാറായപ്പം, നീതിമാൻ എൻ്റെ ഉള്ളിൽ വന്നപ്പം, എൻ്റെ ഉള്ളിലുള്ള അനീതിയാകുന്ന ദുഷ്ട പിശാച് ഇറങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം എൻ്റെ കുടുംബം ഇന്ന് സ്വർഗമായി മാറി. ഇന്ന് സന്തോഷം അനുഭവിക്കുന്നു. ആ ദുഷ്ടത മാറാൻ വേണ്ടി വല്ലതും ചെയ്തായിരുന്നു? ഇല്ല, എന്നാ ചെയ്തിട്ട് മാറുന്നില്ല, എന്തെല്ലാം ചെയ്തു. പക്ഷെ നീതി സ്വീകരിച്ചപ്പോ അനീതി ഇറങ്ങിപ്പോയി. കുമരകത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ വളരെ ആർത്തിയോടെ ഈ മീറ്റിംഗ് കൂടാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് ആ സനത് എന്ന് പറഞ്ഞ മോൻ എവിടെ ഇരിക്കുന്നത്? ഒന്ന് എഴുന്നേറ്റ് വന്നിട മോനെ, ഓടി വന്ന് ഞാൻ അവൻ്റെ സാക്ഷ്യം കേൾക്കുകയായിരുന്നു. ലോകത്തിൻ്റെ എല്ലാ മ്ലേച്ഛതയിലും ജീവിച്ച ഒരു ചെറുപ്പക്കാരനാണത്. നിങ്ങൾ ആ സഹോദരൻ്റെ സാക്ഷ്യം വേഗം ഓടിവാ മോനെ, ഓടിവാ, പെട്ടെന്ന് വാ. ഹല്ലേലൂയ. മ്ലേച്ഛതയുടെ ലോകത്തിൽ ജീവിച്ച ചെറുപ്പക്കാരനായിരുന്നു. ആ ചങ്ങനാശ്ശേരി നടക്കുന്ന ധ്യാനയോഗങ്ങളിൽ ഈ മകൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ആരാന്നറിയില്ല. അവിടെ ആയിരങ്ങൾ ധ്യാനത്തിനായിട്ട് ഒരുമിക്കുമ്പോൾ അതിനകത്ത് ആരാന്നൊക്കെ തരംതിരിക്കാൻ ആർക്ക് പറ്റും? ഞാൻ ഈ മനുഷ്യനെ കണ്ടിട്ടില്ല. പക്ഷേ ചില ആഴ്ചകൾ വന്നു, ഇദ്ദേഹത്തിൻ്റെ ജീവിതം മാറി. ഞാൻ ഇന്നലെ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇന്നും ഇദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിച്ചു, വാസ്തവത്തിൽ എങ്ങനെയാ ജീവിതം മാറ്റിയത്? അവിടെ വെച്ച് മദ്യപിക്കരുതെന്ന് പറഞ്ഞോ? ആരും പറഞ്ഞില്ല. പക്ഷേ ദൈവ കർത്താവെന്ന് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മാറുമായിരുന്നു. ഇതിനു മുമ്പ് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ട്. അന്ന് പറ്റിയിട്ടുണ്ടോ? ഇല്ലില്ല. ഇപ്പൊ ശ്രമിക്കുന്നുണ്ടോ? ഇല്ലില്ല. ഇതാ ഞാൻ പറഞ്ഞേ, നീതി വരുമ്പോ അനീതി ഓടിപ്പോകും. ഒന്നാ പദം എന്നോട് ചേർന്നെന്ന് പറഞ്ഞു. നീതി വരുമ്പോ 1000 സാക്ഷ്യങ്ങളെ ഇന്ന് ഈ ഗ്രൗണ്ടിൽ നിർത്തി ഞാൻ പറയാം. ഇത് പറഞ്ഞു മാറ്റുന്ന ജീവിതമല്ല, ഉപദേശം വ്യത്യാസപ്പെടുന്ന ജീവിതം. ഞാൻ നല്ല പ്രസംഗിക്കാം, നിങ്ങൾക്ക് കൈയടിച്ചത് വേണേ കേൾക്കാം, പക്ഷെ ഒരു കാര്യവുമില്ല. എൻ്റെ പ്രസംഗത്തിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പറ്റുകയില്ല. പക്ഷെ പ്രസംഗത്തിലൂടെ വെളിപ്പെടുന്ന യേശു ചരിത്രം മാറ്റുന്ന ദൈവമാണ്. ഞങ്ങൾ ഗ്രേസ് കമ്മ്യൂണിറ്റിയിൽ ധ്യാനത്തിനായിട്ട് ചങ്ങനാശ്ശേരിയിലും ഒക്കെ വരുന്ന ഒരാളോട് പോലും പറയാറില്ല കുടി നിർത്താൻ. പക്ഷേ ചില ആഴ്ചകൾ അവിടെ വന്ന് ദൈവനീതി സ്വീകരിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഇച്ചിരി മദ്യം കുടിക്കുന്നു അല്ലെ എടുക്കുന്നു എന്നുള്ളതൊന്നും അല്ല വിഷയം. ഇത് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങ് വില്ലനാ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നതാ ചെയ്യുന്നത്, എന്നതാ പറയുന്നത് എന്നുള്ള ബോധം നഷ്ടപ്പെട്ട് സമൂഹത്തിൽ കൊള്ളരുതാത്തവനായി മാറുകയാണ്. എന്നാൽ ഈ രക്ഷ ഉള്ളിലേക്ക് വരുമ്പോൾ അനീതിയെ പുറത്താക്കുന്ന ദൈവനീതി. കരം ഉയർത്തി എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, അനീതിയെ പുറത്താക്കുന്ന ദൈവനീതി. എത്ര തകർത്തും മുടിച്ചു നടന്ന ജീവിതമായിക്കോട്ടെ നിങ്ങൾ. ഒരു പക്ഷേ ഇന്ന് ഇത് കേൾക്കുമ്പോൾ എൻ്റെ ദൈവമേ, എനിക്കിവിടെ നിന്നത് കേൾക്കാൻ പോലും ഉള്ള യോഗ്യത ഇല്ല എന്ന് പറയുന്നവരുണ്ടാകും ഇവിടെ. ഞാൻ തിരുവനന്തപുരം ഭാഗത്തൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോൾ പലരും എന്നെ വിളിച്ച് പറയണ്ട, ബ്രദറെ 43 ക്രിമിനൽ കേസിലെ പ്രതിയാണ്, 12 പേരെ ഈ കൈ കൊണ്ട് വെട്ടി കൊന്നിട്ടുള്ളതാ. ബിജു ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്തിയാ ബിജു? ബിജുവിനറിയാം, രതീഷ്, നമ്മുടെ സഹോദരങ്ങൾ. ഞാൻ അവരുടെ വീടുകളിൽ ചെല്ലുമ്പം ചോര പുരണ്ട വടിവാളുകൾ കണ്ടിട്ടുണ്ട്. വെട്ടിയിട്ട് ചോര പുരണ്ട വടിവാളുകൾ കണ്ടിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ മാറണമെന്ന്. പക്ഷേ അവർ പലരും 10ഉം 18ഉം വടിവാളുകൾ ഒരുമിച്ച് എടുത്ത് ദൂരെ എറിഞ്ഞു, കിണറ്റിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു.
ഓ ഹല്ലേലൂയ. ജീവിതങ്ങൾ മാറി, രൂപാന്തരങ്ങൾ മാറി, ഓ വ്യക്തികൾ മാറി. ഇവരെ മാറ്റിയൊരു ആദർശമല്ല, പ്രസംഗമല്ല, പ്രത്യാശാസ്ത്രമല്ല. എൻ്റെ പ്രസംഗത്തിന് നിങ്ങളെ മാറ്റാൻ കഴിവില്ല. പക്ഷെ ഞാൻ പ്രസംഗിക്കുമ്പോൾ വെളിപ്പെടുന്ന ഒരു യേശു ഉണ്ട്. ആ യേശുവിന് ജീവിതങ്ങളെ മാറ്റുവാൻ കഴിയും. ആ യേശുവിൻ്റെ നീതി ഇന്ന് അനീതിയെ പുറത്താക്കുവാൻ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അനീതി ഒന്ന് മാത്രമാണ്. അനീതി ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടാൻ കഴിയാത്ത മാനസിക അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും ഈ യേശുവിന് കർത്തൃത്വം ഒന്ന് വിട്ടുകൊടുത്താട്ടെ. യേശുവിനെ കർത്താവെന്ന്, കാര്യനിർവഹണം നടത്തുന്നവനെന്ന്. ഓ, ഇന്നു മുതൽ എൻ്റെ രാജാവ്, എൻ്റെ കാര്യസ്ഥൻ, എൻ്റെ കർത്താവ് യേശുവാണെന്ന് പറഞ്ഞേ. ഓ, എൻ്റെ കർത്താവ്, എന്നെ നടത്തുന്നവൻ. അത് പറയുമ്പോൾ തന്നെ രക്ഷ ഈ പ്രദേശം മുഴുവൻ ഇറങ്ങി നിൽക്കുക. ശിക്ഷ മാറുകയാണ്. ശിക്ഷ ഈ പ്രദേശം വിട്ട് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ രക്ഷ ഇവിടെ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുക. മടികൂടാതെ വചനം ഇപ്പം നിങ്ങൾക്ക് സമീപമാകട്ടോ. നാളെ ഇപ്പം സമീപമാണോ എന്ന് എനിക്ക് ചോദിച്ചാൽ അറിയത്തില്ല. വചനം ഇപ്പം സമീപമാ, നിങ്ങളുടെ വായിലും ഹൃദയത്തിൽ ഇരിക്കുന്നു. ഒന്ന് യേശുവിനെ കർത്താവെന്ന് നിൽക്കുന്ന നിപ്പിൽ ആരും കേൾക്കണ്ട, അടുത്ത് നിൽക്കുന്നവർ കേൾക്കണ്ട, സമീപത്തുള്ളവർ കേൾക്കണ്ട. യേശുവിനെ കർത്താവെന്ന് ആ നെഞ്ചത്തോട് കൈവച്ചിട്ട് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കി. കറണ്ട് ഷോക്ക് കേൾക്കുന്ന പോലെ ഒരനുഭവം ഉണ്ടായിട്ട് ഒരു പുതിയ ജീവിതം, യേശുവിലുള്ള പുതിയ ജീവിതം നിങ്ങൾ ആരംഭിക്കാൻ പോകുകയാണ്. കരങ്ങളെ അടിച്ചുകൊണ്ട് സർവശക്തനെ ഒന്ന് ആരാധിക്കുവാൻ തുടങ്ങിക്കോട്ടെ. ആ രക്ഷ ഹൃദയങ്ങളെ നിറയ്ക്കുവാൻ ആ നീതി ഇവിടെ വന്നിരിക്കുകയാണ്. ഹൃദയങ്ങളെ നിറയ്ക്കുവാൻ ആ നീതി ഇവിടെ വന്നിരിക്കുകയാണ്. വ്യക്തികളെ വിടുവിക്കുവാൻ ആ രക്ഷ ഇവിടെ, സന്തോഷം ഇവിടെ വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി എത്ര പേര് യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്നു? അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. മടിക്കാതെ ആ രണ്ട് കരങ്ങൾ ഉയർത്തിക്കാട്ടെ. യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുവാൻ ഇന്ന് രാത്രി ചാത്തങ്കരിയിൽ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്നവർ, വഴിത്തലക്കലായിരിക്കാം നിൽക്കുന്നത്, നിൽക്കാൻ ഇടമില്ലാത്തിടത്തല്ല ആയിരിക്കാൻ നിൽക്കുന്നത്. മടിക്കേണ്ട സഹോദരങ്ങളെ, ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ജീവിതം മാറുന്ന രാത്രിയാണിത്, സന്ദർഭങ്ങൾ മാറുന്ന രാത്രിയാണിത്. എല്ലാ കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഒരു നിമിഷം യേശുവേ എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു. യേശുവേ, 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 അങ്ങ് എന്റെ കർത്താവാകുന്നു. യേശുവേ, അങ്ങ് എന്റെ കർത്താവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇരു കരങ്ങളും ഒന്ന് ഉയർത്തി പ്രിയരെ ഒന്ന് വിളിച്ചു പറഞ്ഞ് ഈ രക്ഷ നമ്മുടെ വീടുകളിലേക്ക് ഇറങ്ങുകയാ. ഇവിടെ ഇറങ്ങുന്ന ശിക്ഷ മാറുന്ന, ശിക്ഷാവിധി മാറി രക്ഷാവിധിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഈ വെളിച്ചം ഇന്ന് ഇറങ്ങുകയാ. ഉറക്കെ വിളിച്ചു പറഞ്ഞാട്ട്, യേശുവേ, യേശുവേ, അങ്ങ് എന്റെ കർത്താവാകുന്നു. യേശുവേ, അങ്ങയെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. നന്ദി യേശുവേ. ഇന്ന് രാത്രി നിങ്ങൾ ഉള്ളു തുറന്നാണ് യേശുവിൻ്റെ കർത്തൃത്വം സ്വീകരിച്ചതെങ്കിൽ നിങ്ങളിൽ വേറൊരാളുടെ ഭരണം ആരംഭിച്ചു കഴിഞ്ഞു. അത് വേറെ ആരുടെ അല്ല, നമ്മുടെ കർത്താവായ യേശുവിൻ്റെയാണ്. അതുകൊണ്ട് വചനം ഇങ്ങനെ പറയുന്നു. ആ പദം ഞാൻ പറയുമ്പോൾ കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് സ്വീകരിക്കുക. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, കണ്ടാലും സകലവും പുതിയതായിരിക്കുന്നു. അവന്റെ ശാപം മാറി, അവന്റെ രോഗം ഇപ്പോൾ തന്നെ ആ കർത്താവെന്ന് ഏറ്റു പറഞ്ഞ ഓരോ മക്കളും അവരെ പിന്തുടർന്ന് വന്നിരുന്ന വർഷങ്ങൾ പഴകിയ ശാപങ്ങൾ പോലും ഇപ്പോൾ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ പൊട്ടി പൊട്ടി വീണോണ്ടിരിക്കുകയാണ്. പൊട്ടി പൊട്ടി വീണോണ്ടിരിക്കുകയാണ്. മടികൂടാതെ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കോ. യേശുവേ ആരാധന എന്ന് പറഞ്ഞു തുടങ്ങിക്കോ. ശക്തിയോടെ സ്തുതിക്കാൻ തുടങ്ങിക്കോ. ഓരോ വീടുകളിൽ നിന്നും അത് അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ആ ശാപബന്ധനങ്ങൾ പൊട്ടി വീണുകൊണ്ടിരിക്കുന്നു. ആ ഇരുട്ടിന്റെ ശക്തികൾ പൊട്ടി വീണുകൊണ്ടിരിക്കുന്നു. ആ രോഗശക്തികൾ പലതും വിട്ടുപോകാൻ വേണ്ടി വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
ഓ, യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ മക്കളെ, കരങ്ങളെ അടിച്ചുകൊണ്ട് ആ കർത്തൃത്വത്തെ യേശുവേ. നിങ്ങളുടെ മേൽ സ്വീകരിച്ചോ, യേശുവേ, സ്വീകരിച്ചോ, യേശുവേ, സ്വീകരിച്ചോ. ഹല്ലേലൂയ, യേശുവേ, 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 കർത്താവേ, ആരാധന. ഓ, ഒരറ്റം മുതൽ ആ രക്ഷ വ്യാപരിക്കട്ടെ, ആ രക്ഷ വ്യാപരിക്കട്ടെ, കർത്താവിന്റെ രക്ഷ വ്യാപരിക്കട്ടെ, യേശുവിന്റെ രക്ഷ പ്രസിദ്ധമാവട്ടെ. ഈ ദേശത്ത് ശിക്ഷ ഒഴിഞ്ഞു പോകട്ടെ, ശാപങ്ങൾ പൊട്ടിപ്പോട്ടെ, പൈതൃക ശാപങ്ങൾ പൊട്ടട്ടെ, വർഷങ്ങളായിട്ടുള്ള ശാപരോഗങ്ങൾ പൊട്ടട്ടെ, അധ്വാന ഫലങ്ങൾ പുറത്തു വരട്ടെ, രക്ഷപ്പെടട്ടെ. ഓ, രക്ഷ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി പറഞ്ഞ് സ്വീകരിക്കുക. യേശുവേ, നന്ദി. യേശുവേ എന്ന് വിളിച്ച് സ്വീകരിക്കുക. യേശുവേ, നന്ദി. ഒരൊറ്റ മുതൽ അതാ 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 കർത്താവിന്റെ രക്ഷയുടെ മഹത്വം ചലിച്ച് ചലിച്ച് പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഉള്ളങ്ങളിലേക്കും ശിക്ഷ ഒഴിഞ്ഞിട്ട് രക്ഷ കയറിക്കൊണ്ടിരിക്കുന്നു. വിളിക്കുന്നവരും അടിക്കണ്ട, വിളിക്കുന്നവരും അടിക്കണ്ട, ആ കരമടി നിർത്തണ്ട. ആ ആ ആ യേശു ആ കർത്താവ്, യേശു എന്റെ രാജാവ്. ആണ്ടേ ആണ്ടേ വിളിച്ചു പറയുമ്പോൾ തന്നെ ശരീരങ്ങളിൽ നിന്ന് പഴകിയ ദുരാത്മാക്കൾ അഴിഞ്ഞിളകി പോയിക്കൊണ്ടിരിക്കുന്നു, അഴിഞ്ഞിളകി പോയിക്കൊണ്ടിരിക്കുന്നു. യേശുവേ എന്ന് വിളിച്ചു. യേശുവേ. ആണ്ടേ ഓരോ ജീവിതങ്ങൾ, ഓരോരോ മക്കൾ അവരായിരിക്കുന്ന പ്രശ്നങ്ങൾക്കകത്തുനിന്ന് കർത്താവിന്റെ രക്ഷ, സൗജന്യ രക്ഷ, വിടുതലിൻ ദൈവ. ഓ, ട്യൂമറുകൾ, ക്യാൻസറുകൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ പൊട്ടിവീഴുന്നു. രക്ഷ കയറുമ്പോൾ ശിക്ഷയ്ക്ക് അനുകൂലമായ സകല രോഗങ്ങളും പൊട്ടുന്നു. യേശുവേ, യേശുവേ, വിളിച്ചോ, യേശുവേ. ഓ, വിളിച്ചോ, യേശുവേ. ഇപ്പോൾ തന്നെ അതാ പുറകിലേക്ക് രക്ഷ വ്യാപരിക്കുന്നു. യേശുവേ, കർത്താവേ. രക്ഷയുടെ ശക്തി. ദുർഭൂത ബന്ധനങ്ങൾ അഴിയുന്നു, ദുർഭൂത ബന്ധനങ്ങൾ അഴിയുന്നു, ദുർഭൂത ബന്ധനങ്ങൾ അഴിയുന്നു. അതാണ്ട് അമ്മ സ്വതന്ത്രമാകുന്നു, ആ അമ്മ വിടുവിക്കപ്പെടുന്നു. അതാണ്ട് ഈ മകള് സ്വതന്ത്രമാകുന്നു. ഓ, എഴുന്നേപ്പിച്ചോ, അതിനെ എഴുന്നേപ്പിച്ചോ. സിസ്റ്ററെ പിടിച്ചോണ്ട് വാ. ആ മകള് വിടുവിക്കപ്പെടുന്നു. ഓ, അടുത്ത് വരിക. ഓ ഓ, ദാണ്ടേ ദാണ്ടേ ആ ശരീരത്തിൽ നിന്ന് ഇളകുന്നു. ഇരുട്ടിന്റെ ശക്തികൾ ഈ കുടുംബം മുടിച്ചത് പോണു. വിട്ടുപോ. കുടുംബം മുടിച്ചത്, മക്കളെ മുടിച്ചത് ശരീരങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഓ, കർത്താവിന്റെ ശക്തി. ഓ, വിട്ടുപോട്ടെ. ഓ, ഈ കുടുംബത്തിൽ നിന്ന് രക്ഷ വരികയാണ്. ഈ വീട്ടിൽ മാത്രമല്ല, പല വീടുകളിലേക്കും യേശുവിന്റെ മഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ രക്ഷ ശിക്ഷയെ ഒഴിച്ചു മാറ്റി. യേശുവിന്റെ രക്ഷ. ദുർഭൂത ബന്ധനങ്ങൾ പൊട്ടുന്നു. അണ്ടേ ആ മകള് വിടുവിക്കപ്പെടുന്നു. മകളെ യേശുവേ എന്ന് വിളിച്ചു. ആ പച്ച ഷോളിട്ട സഹോദരി കരമുയർത്തുക. ആ, എഴുന്നേറ്റ് നിൽക്കുക. ഓടിക്കൊണ്ടുവരിക അതിന് മുമ്പിലേക്ക്. ഹല്ലേലൂയ. മകളെ, ഹല്ലേലൂയ. വർഷങ്ങൾ കൊണ്ട് നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന ആസ്മ നിന്റെ ശരീരത്തിൽ നിന്ന് ഇളകി വെപ്രാളപ്പെട്ട് ഓടുന്നു. യേശുവിനെ കർത്താവെന്ന് നീ ഏറ്റുപറഞ്ഞപ്പോ യേശുവേ ദാഴിഞ്ഞു പോകുന്നു. വിട്ടുപോ.
ആ, ആ. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ. ഓ, ഓ. ദുർഭൂത ശക്തികൾ 20 വർഷമായി ഈ മകളോട് ബന്ധപ്പെട്ട് ആരാ വന്നിട്ടുള്ളേ? വരിക മകളെ. ആ കസേരകളുമായിട്ട് അങ്ങോട്ട് പോക്കേ, കസേരകളുമായിട്ട് അങ്ങോട്ട് പോയി ഇരുന്നേ. 3 പേര്. ആ മതി. ആരാ ഇത്? എന്റെ വൈഫാ. നിന്റെ ഭാര്യ യോഹന്നാൻ. യോഹന്നാനെ, യേശുനാഥൻ വിടുവിക്കുക മകളെ. സൈഡിലോട്ട് നിന്നോ. യേശുനാഥൻ ആ മകളെ വിടുവിക്കുക. ഓ, നിങ്ങളൊന്ന് കണ്ടേ, ആ ബാധ ഒഴിയുന്ന ഒന്ന് കണ്ടേ, ആ ശരീരത്തിൽ നിന്ന് ആ ബാധ ഒഴിയുന്ന ഒന്ന് കണ്ടേ. ഇപ്പൊ ഈ ശരീരത്തെ എടുത്തെറിയും. ഇവിടെ കിടന്ന് പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങി 11 വർഷം കൊണ്ട് ഈ ശരീരത്തിൽ കുടിയിരുന്ന് ഇതിനെ മുടിച്ച സകല ഇരുട്ടിന്റെ ശക്തികളും അസമാധാനം. ഓ, ദാ ഇളകുന്നു, ഇളകുന്നു. ഇളകി വാ, പുറത്തു വാ, പുറത്തു വരാൻ. ആ, പുറത്തു വാ. ഓ, പുറത്തു വാ. പരിശുദ്ധന്റെ അഗ്നി ഇറങ്ങട്ടെ, ദൈവിക അഗ്നി ഓ, ഇതാ ഇളകുന്നു. നിങ്ങൾ കണ്ടേ, സഹോദരങ്ങളെ ഒന്ന് കണ്ടേ. ആ മകളെ യേശു വിടുവിക്കുന്നു. ആ, കണ്ടോണം, കണ്ടോണം, നിങ്ങൾ കണ്ടോണം. ഇളകി മറിയാൻ പോവാ, ഇളകി മറിഞ്ഞ് ആ ശരീരത്തിൽ നിന്ന്. ഓ യേശുവേ, എത്ര വർഷമായി? ഓ, കണ്ടോ കർത്താവിന്റെ ശക്തി? കണ്ടോ? നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ടേ. കർത്താവ് ആ മകളെ വിടുവിക്കുന്ന ഒന്ന് കണ്ടേ. അയ്യോ, ആ വീട് തന്നെ ഇന്ന് രക്ഷപ്പെടുവാണല്ലോ. കർത്താവിനൊന്ന് കരമടിച്ച് മഹത്വം കൊടുത്തേ. നന്ദി യേശുവേ. യേശുവേ ആരാധനയെന്ന്. യേശുവേ ആരാധന. ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. യേശുവേ ആരാധന. യേശുവേ, യേശുവേ ആരാധന. ജോസ് ബ്രദറെ, ഈ മകൾക്ക് രാത്രി ഉറങ്ങാൻ കഴിയുകയില്ല. അതുപോലെ ആസ്മ ഈ മകളെ ബന്ധിച്ചിരിക്കുകയാണ്. ആ ആസ്മയുടെ പുറകിലെ പിശാചാണ് ശരീരത്തിൽ നിന്ന് വീണ് ശരീരമെല്ലാം ഇളച്ച് ഉലച്ച് വിട്ടുമാറുന്നത്. കർത്താവിന്റെ രക്ഷ ഈ വീട്ടിൽ ഇപ്പോൾ തന്നെ പ്രസിദ്ധമാവട്ടെ. ഈ വീട്ടിൽ മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ, ശിക്ഷ ഒഴിയുകയും രക്ഷ കയറുകയും ചെയ്യുന്ന സമയമായി. എന്താ ഞാൻ പറഞ്ഞത്? ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. ശിക്ഷ ഒഴിയുകയും രക്ഷ കയറുകയും ചെയ്യുന്ന സമയമായത്. ആരൊക്കെ വിശ്വസിക്കുന്നോ അവരുടെ എല്ലാം ശരീരങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ശിക്ഷ ഒഴിഞ്ഞ് രക്ഷ കയറിക്കൊണ്ടിരിക്കുക. ഓ, യേശുവിനെ കർത്താവെന്ന്. ഓ, ആണ്ടെ ഒരറ്റം മുതൽ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ദുർഭൂത ബന്ധനത്തിന്റെ കീഴിലായിരിക്കുന്ന കുടുംബങ്ങൾ ഓരോന്നായിട്ട് വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ യേശു മാത്രം സമ്പത്താകുന്നു. എഴുന്നേൽപ്പിച്ചോ, എഴുന്നേൽപ്പിച്ചോ, അവളെ എഴുന്നേൽപ്പിച്ചോ. സമ്പത്തൊന്നു ചൊല്ലുവാൻ അവളുടെ സാക്ഷ്യം നിങ്ങളൊന്ന് കേൾക്കണമേ. ഓ മകളെ, എത്ര വർഷമായി ഇതിന്റെ അടിമത്തത്തിലായിട്ട്? കുറെ നാളായി. ഇവിടെ നോക്ക്, ഉറങ്ങാനൊക്കത്തില്ല. അതെ, പ്രാണി. ഓ, ചാത്തങ്കരി പ്രാണി. വിഷമിപ്പിച്ച് കളഞ്ഞു. ഇച്ചിരി വെള്ളം, ഇച്ചിരി വെള്ളം.
അനേച്ച, ഈ നാട്ടിലേക്ക് ഞാൻ ഇനി കൺവെൻഷൻ നടത്താനില്ല കേട്ടോ. ഓ ജീസസ്. എന്നാ പേര് ചേച്ചി? വിമല. ചേച്ചി ചേച്ചിയെ കണ്ടല്ലോ. ഇന്ന് ആദ്യമായിട്ടാണോ മീറ്റിങ്ങിന് വരുന്നേ? ഇവിടെ ആദ്യമായിട്ടാ വരുന്നേ? ചങ്ങനാശ്ശേരി വന്നിട്ടുണ്ട്. ഓ, ഇതിനു മുമ്പ് ചങ്ങനാശ്ശേരി വന്നിട്ടുണ്ട്. കർത്താവ് നിന്നെ കണ്ടല്ലോ മക്കളെ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവിന്റെ രക്ഷ ഇന്ന് വീട്ടിൽ വന്നിരിക്കുക. ഇന്നുണ്ടല്ലോ സ്വസ്ഥമായിട്ട് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിക്കോ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. വിളിച്ചോണ്ട് പോടോ ഭാര്യയെ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന യേശുവേ. ആ സമാധാനം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആ രക്ഷ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആരാധന യേശുവേ. രക്ഷ ശിക്ഷ ഒഴിയുന്നു, രക്ഷ കയറുന്നു. അതാ ഇവിടെ സംഭവിക്കുന്നേ. ഒന്ന് പറഞ്ഞേ, ശിക്ഷ ഒഴിയുന്നു, രക്ഷ കയറുന്നു. ശിക്ഷക്ക് എഴുതി വെച്ചത് മുഴുവൻ കർത്താവ് മായിച്ചോണ്ടിരിക്കുക. അവൾ അത് അനുഭവിക്കണം, അവൻ അത് അനുഭവിക്കണം, അവൻ ഇത് അനുഭവിക്കണം. അത് 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 അങ്ങനെയാ ഇങ്ങനെയാന്ന് എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ യേശുവിന്റെ രക്തം വന്ന് മായിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ ആ ക്രിയ നടന്നുകൊണ്ടിരിക്കുക. കരങ്ങളെ അടിച്ചുകൊണ്ട് അതിനെ ഒരു ആഘോഷമാക്കി യേശുവേ കർത്താവേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒടുവിലത്തെ രാത്രികളില് വേണ്ടിയവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അത് വേറെ ഒന്നുമല്ല. കാല് ഇങ്ങോട്ട് നോക്കിയാട്ടെ, ഞാനത് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. കാല് ഇങ്ങനെ എടുത്തു വെച്ച് നടക്കുമ്പോൾ ഈ ഇടുപ്പിനേറ്റ പ്രഹരം നിമിത്തം കാലിങ്ങനെ എടുത്തു വെച്ച് നടക്കുമ്പോൾ ടക്ക് 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 എന്നിങ്ങനെ ശബ്ദം പുറപ്പെടുവിച്ചിട്ടല്ലാതെ, ശബ്ദം കേട്ടിട്ടല്ലാതെ നടക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ ഉള്ളവർ, അതായത് ഈ ഇടുപ്പിനേറ്റ പ്രഹരം നിമിത്തം കാലെടുത്ത് വെക്കുമ്പോഴെല്ലാം ഞൊട്ട പൊടിയുന്ന പോലെ ടക്ക് 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 എന്ന ശബ്ദവും അതുപോലെ തന്നെ അസാധാരണമായ കാലുവേദനയും ഉള്ള മക്കൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്കിപ്പോൾ പ്രേരണയുണ്ട്. ആ സ്ഥിതിയിലുള്ളവർ വിശേഷിച്ച് ഇപ്പം തന്നെ നിങ്ങളുടെ സൗഖ്യങ്ങളെ സ്വീകരിച്ചാട്ടെ. അങ്ങനെയുള്ളവരൊന്ന് കരങ്ങളെ ഒന്ന് ഉയർത്താമോ? ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി ഉള്ളവർ ഒന്ന് കരങ്ങളെ ഒന്ന് ഉയർത്താമോ? ഈ പറഞ്ഞവരിൽ ഈ കാലിങ്ങനെ എടുത്തെടുത്ത് വെക്കുമ്പം ടക്ക് 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 എന്ന ശബ്ദം കേൾക്കുന്നവർ ആദ്യം ഒന്ന് കരങ്ങളെ ഉയർത്തിക്കാട്ടെ, നല്ലതായിട്ട് ഉയർത്തിപ്പിടിച്ചാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ആദ്യമേ ഒന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് തന്നെ എനിക്കത് വ്യക്തതയുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഈ സമയത്ത് തന്നെ നിങ്ങൾ സൗഖ്യമാകാൻ പോവാണ്. ആ കരമുയർത്തിയവർ ഒന്ന് എനിക്കൊന്ന് കാണത്തക്ക രീതിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കരമുയർത്തിയവർ മാത്രം എനിക്ക് കാണത്തക്ക രീതിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഓക്കെ, മതി. കർത്താവായ യേശുവേ, ഈ എഴുന്നേറ്റ് നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം ഇത് കർത്താവ് വെളിപ്പെടുത്തിയത് ഈ മക്കളെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. മോളെ, ഇത്രയും ചെറുപ്പത്തിൽ നിനക്ക് എങ്ങനെയാ ഇത് വന്നേ? വരിക എൻ്റെ അടുക്കലേക്ക് വന്നാട്ടെ. നീ അവിടുന്ന് പറയുന്നത് എനിക്ക് കേൾക്കത്തില്ല. അമ്മയ്ക്ക് എത്ര വർഷമായി ഈ ശബ്ദം കേൾക്കാൻ തുടങ്ങിയിട്ട്? 17 വർഷം. വരിക, അടുത്ത് വരിക. കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ഇയാൾക്ക് എങ്ങനെയാ ഇത് വന്നേ? വീണതായിരുന്നു. 7 വർഷം. 7 വർഷം മുമ്പ് വീണതാ. എന്താ പേര്? രമ്യ. ഈ സിംഗിൾ സ്റ്റെപ്പ് പോലും ഇങ്ങനെ എടുത്തു വെക്കുമ്പം ടക്ക് ടക്ക് എന്നുണ്ട്. ഉണ്ട്. ഇരിക്കാൻ പറ്റത്തില്ല. ഓ സ്തോത്രം. ഈ ടക്ക് ടക്ക് എന്നുള്ള ശബ്ദം എപ്പോഴും കേൾക്കും, എപ്പോഴും, ഓൾ ദ ടൈം. ഇപ്പൊ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴും അതുണ്ടായിരുന്നു. ഇതാ ഞാൻ ആ ശബ്ദമാണ് ടക്ക് 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 എന്ന് ആയിരിക്കത്തില്ല, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അത് പറഞ്ഞ് ഇങ്ങനെ കാലെടുത്ത് വെക്കുമ്പം ഞൊട്ട പൊടിക്കുന്നത് പോലെ ശബ്ദം കേൾക്കുക. അമ്മയ്ക്ക് എത്ര വർഷമായെന്നാ പറഞ്ഞേ? 17 വർഷമായി. എൻ്റെ യേശുവേ, ഏത് സൈഡിലെ കാലിനാ അമ്മയ്ക്കത്? വലത്തെ വശത്തിന്. ഈ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ കണ്ണാടി വെച്ച അമ്മയ്ക്ക് എത്ര വർഷമായത്? 8 മാസമേ ആയുള്ളൂ. ഈ ടക്ക് ടക്ക് ഉണ്ടോ? നല്ല ശബ്ദത്തിലുണ്ടല്ലേ? വാ ഓടി വാ. അത് സ്പെഷ്യലായിട്ട് വിളിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ അത് വിളിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചേ. നിങ്ങൾ ഈ 3 പേർക്ക്, നിങ്ങളുടെ പ്രതീതികളാണിവർ. ഞാൻ ഈ 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന അത്രയും പേരും സൗഖ്യമായിക്കോണം. കാരണം നിങ്ങൾക്ക് വേണ്ടി ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വേണമെങ്കിൽ എനിക്ക് അങ്ങോട്ടും വരാൻ പറ്റുമായിരിക്കും, ഞാൻ ഇറങ്ങി വരാം. പക്ഷെങ്കിൽ ഇപ്പോൾ ഈ 3 പേരും ഒറ്റയടിക്ക് സൗഖ്യമാവുക. പറഞ്ഞോ മോളെ.
മുഴയുണ്ടോ? എവിടെ അത്? ഇതാ. എത്ര നാളായി മുഴ വന്നിട്ട്? 6 വർഷമായി. 6 വർഷം. 6 വർഷമായി മുഴയുണ്ട്. ഇതാരാ? അമ്മയാണോ? അതെ, അമ്മയാ. അമ്മ തൊട്ടിട്ടുണ്ടോ മുഴയെ? ഉണ്ട്. ഉണ്ട്, ഉണ്ട്. യേശു എന്നെ ഇപ്പൊ എടുക്കും കേട്ടോ. ഇയാളെങ്കിൽ സ്റ്റേജിലോട്ട് വന്നാ പിന്നെ ഇവരെ ഇവിടെ നിർത്തിയാൽ മതി. ഇവർക്ക് വേണ്ടി ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാം. ഇത് പ്രത്യക്ഷമായിട്ട് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കർത്താവേ നന്ദി. യേശുവേ നന്ദി. കാൽവരി ക്രൂശിലെ കഷ്ടാനുഭവത്താൽ ഈ മകൾക്ക് വേണ്ടി സകലവും ചെയ്തു കഴിഞ്ഞ യേശുവേ, അങ്ങേക്ക് ഈ മകളെ വിടുവിക്കുവാനും സൗഖ്യമാക്കുവാനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 6 വർഷമായി ഈ അസ്വസ്ഥതയിലാണ് ഈ മകളുള്ളത്. ഓരോ തവണ കാലെടുത്ത് വെക്കുമ്പോഴും ടക്ക് ടക്കെന്ന ശബ്ദമുണ്ട്. എനിക്ക് ഈ മകളെ സൗഖ്യമാക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങേക്ക് ഈ മകളെ സൗഖ്യമാക്കാതിരിക്കാനും പറ്റുകയില്ല. അടിപ്പിണരാലുള്ള സൗഖ്യം. കർത്താവിൻ്റെ ശക്തി ആ മകളുടെ മേൽ അടിക്കുന്നു. ദൈവശക്തി അടിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം അടിക്കുന്നു. ജീവൻ കയറുന്നു, ജീവൻ കയറുന്നു, ജീവൻ കയറുന്നു. ആ മുഴ അപ്രത്യക്ഷമാവട്ടെ. ഈ മകൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. കരമടിച്ച് യേശുവിന് മാത്രം കൊടുത്തു. ആദ്യം നടപ്പിന്റെ കാര്യം എങ്ങനെയായെന്ന് നോക്ക്. കാലെടുത്ത് വെച്ച് ഇങ്ങോട്ട് നടന്നു വന്നേ. എൻ്റെ അടുത്തോട്ട് നടന്നു വന്നേ. കാലെടുത്ത് വെച്ച് എൻ്റെ അടുത്തോട്ട് നടന്നു വന്നേ. തിരിഞ്ഞൊന്ന് നടന്നേ. തിരിഞ്ഞൊന്ന് നടന്നേ. പാപം നീങ്ങി ശാപം മാറി. പറഞ്ഞേ ചേച്ചി. ആ ടക്ക് ടക്ക് ഇപ്പൊ ഉണ്ടോ? ഇല്ല. നോക്കാഞ്ഞിട്ടാ. ഒന്നുകൂടെ നടന്നു നോക്കി. ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നോക്കി. ഇല്ല, നല്ല വേദന ഉണ്ടായിരുന്നു, അത് മാറി. ഓ, എത്ര കൊല്ലമായെന്നാ പറഞ്ഞത്? 6 വർഷം. ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് തപ്പിക്കേ. അമ്മയും കൂടെ വാ. തപ്പി നോക്കിയോ. അങ്ങോട്ട് ചെല്ല. അമ്മയ്ക്ക് ഇങ്ങോട്ട് കയറി വരാൻ വയ്യ. അങ്ങോട്ട് ചെല്ല. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ. വണ്ടിയിലും വാഹനത്തിൽ എഴുന്നേറ്റ് വരാൻ കഴിയാതെയും അതുപോലെ തന്നെ വീൽ ചെയറുകളിലും വന്നിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. വാഹനത്തിൽ തളർന്നു വന്നിരിക്കുന്നവർ, അതുപോലെ തന്നെ വീൽ ചെയറിലും. അമ്മ നോക്കിയോ? ഉണ്ടോ അവിടെ? ഉണ്ടോ അവിടെ? ഓ, കരങ്ങളെ അടിച്ചുകൊണ്ടെന്ന് യേശുവിന് മഹത്വം കൊടുക്കുക.